ഹായ് ഓൾ, നീറ്റ് എക്സാമിന് പോകുന്ന കുട്ടികളുടെ പേരൻസിനോടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ളത്. കാരണം നമ്മുടെ അവസാനത്തെ ആഴ്ചയാണ്. ഈ അവസാനത്തെ ആഴ്ചയിൽ പേരൻസ് എന്തെല്ലാം കാര്യങ്ങളാണ് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ള കാര്യമാണ്. പേരൻസ് എന്തെല്ലാം കാര്യങ്ങളാണ് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഈ വീഡിയോ കാണുന്നത് സപ്പോസ് കുട്ടികളാണ് കാണുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ഇത് അച്ഛനും അമ്മയ്ക്കും കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ട് അച്ഛൻ്റെ അമ്മയ്ക്കും അയച്ചു കൊടുത്താലും മതി. സോ അത്തരത്തിൽ പേരൻസിൻ്റെ ഗ്രൂപ്പുകളിലേക്ക്, പേരൻസ് ഉള്ള സ്ഥലങ്ങളിലേക്ക് നിർബന്ധമായിട്ട് അയച്ചു കൊടുക്കേണ്ടത്. കാരണം പേരൻസിൻ്റെ റോള് നമുക്ക് പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കുട്ടിയുടെ പഠന കാര്യങ്ങളിൽ പേരൻസിൻ്റെ റോള് ഭയങ്കര കൂടുതലാണ്. എസ്പെഷ്യലി അവസാന എക്സാമിലേക്കൊക്കെ പോകുന്ന ഈ ഒരു സമയത്തേക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കുട്ടികൾ പ്രത്യേക തരത്തിൽ സമ്മർദ്ദത്തിലായിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് പ്രഷർ ഉണ്ടാവും, പഠിച്ചു തീരാത്തതിൻ്റെ പ്രശ്നങ്ങൾ, വിഷമങ്ങൾ, സാധനങ്ങൾ, സങ്കടങ്ങൾ, പേടികൾ ഒക്കെ ഉള്ള ഒരു സമയമാണ്. സോ ഈ സമയത്ത് കറക്റ്റ്ലി പേരൻസ് അറിഞ്ഞിരിക്കണം നിങ്ങളുടെ റോൾ എന്താണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ഈ റോള് നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 50-60 മാർക്കെങ്കിലും കൂടുതൽ കിട്ടാൻ സാധിക്കും. സോ കുട്ടി മാത്രമല്ല പഠിക്കുന്നത്, പേരൻറ്റും പ്രിപ്പയർ ചെയ്യാണ്, ലാസ്റ്റ് വീക്കാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. നമുക്ക് ഓരോരോ കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ എനിക്കിന്ന് പ്രധാനമായിട്ടും നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത് 5 കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സോ ഒന്നാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിയുടെ ഹാൾ ടിക്കറ്റ് വരും. നമ്മുടെ NTA സൈറ്റിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ട 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ID പ്രൂഫാണ്. കുട്ടീൻ്റെ ഒരു ID പ്രൂഫ്, ആധാർ കാർഡ്, അങ്ങനെ ഒരു 6 ID പ്രൂഫുകളുടെ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ID പ്രൂഫുകളിൽ ഏതെങ്കിലും ഒന്ന് വേണം. നമ്മുടെ ഹാൾ ടിക്കറ്റ് വേണം. ഹാൾ ടിക്കറ്റിൻ്റെ ഒപ്പം ഒരു പ്രൊഫോമ കിട്ടും. ആ പ്രൊഫോമയിൽ നമ്മുടെ കുട്ടിയുടെ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കാനുണ്ട്. സോ ഈ കാര്യങ്ങളെല്ലാം ഒട്ടിച്ച് എടുത്ത് അതൊരു കൃത്യമായൊരു ഫയൽ സെറ്റ് ചെയ്തിട്ട് എടുത്ത് വെക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പാരന്റിന്റെ, രക്ഷകർത്താവിന്റെ ഡ്യൂട്ടിയാണ്. അത് ചെയ്യാൻ വേണ്ടി കുട്ടികളെ നമ്മൾ പറഞ്ഞയക്കരുത്. ഇത് കൃത്യമായിട്ട് പാരന്റ്സ് പോയിട്ട് ഇന്റർനെറ്റ് കഫേയിലോ സ്റ്റുഡിയോയിലോ എവിടെയാണോ പോകേണ്ടത് അവിടെയൊക്കെ പോയ സാധനങ്ങളൊക്കെ ചെയ്ത് ഫയൽ റെഡിയാക്കിയിട്ട് കുട്ടീനോട് പറയാം, മോനെ ഞാനത് നോക്കിയിട്ടുണ്ട്, ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്, നീ ധൈര്യമായിട്ടിരുന്നോ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം. സോ ഈ എക്സാമിന് പോകുന്നതിന്റെ തലേ ദിവസത്തേക്ക് നമ്മൾ എടുത്തു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ ഒന്ന് ഈ ഫയലാണ്. അതിനകത്ത് ID പ്രൂഫ്, ഹാൾ ടിക്കറ്റ്, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിച്ച സാധനങ്ങൾ ഇത് നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുക, കൃത്യമായി എടുത്ത് വെക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡോപ്പയിലൊക്കെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ പറഞ്ഞു തരും എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ തലേ ദിവസത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്യേണ്ട കാര്യം എക്സാമിൻ്റെ അന്ന് കുട്ടിക്ക് ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഉടുപ്പാണ്. ഡ്രസ് കോഡിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉടുപ്പ്. അതായത് നമ്മുടെ കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ കോപ്പി അടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരാളെ പോലെ അവർക്ക് തോന്നരുത്. കാരണം ഏറ്റവും പ്ലെയിൻ ആയിട്ട്, ഇപ്പോൾ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും സിമ്പിൾ ഒരു ടീഷർട്ട്, ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഉടുപ്പ്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് പോക്കറ്റുകളോ അറകളോ സാധനങ്ങൾ ഒളിപ്പിച്ചൊക്കെ ഡിവൈസുകൾ, പേപ്പർ അതൊന്നും ഒളിപ്പിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുന്ന രൂപത്തിലുള്ള ഒരു സാധനം. മെറ്റൽ ബട്ടൺസ്, മെറ്റൽ പാർട്സ്, വലിയ ഉണ്ട പോലെ സാധനങ്ങളൊന്നും ഉണ്ടാവരുത്. അതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു പാൻറ്, സാധാ പാൻസ്, അതിനകത്ത് ഒരുപാട് പോക്കറ്റ് ഒന്നുമില്ല. സാധാ ഒരു പോക്കറ്റുള്ളതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ വലിയ മെറ്റൽ ബക്കറ്റ്സ് ഒന്നും ഇല്ലാത്ത കാര്യങ്ങൾ, ആൻഡ് ബെൽറ്റ് ഒന്നും ഇടാതെ തന്നെ ടൈറ്റ് ആവുന്ന സാധനം ഉടുപ്പാണെങ്കിൽ തന്നെ നല്ല വൃത്തിയാവും. ചെരുപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ ചെരുപ്പ്, അത് ഒരു വലിയ കട്ടിയുള്ള ഹീലുള്ള ചെരുപ്പോ സാധനങ്ങളൊന്നും ആവേണ്ട, സാധാരണ ഒരു ചെരുപ്പും മാത്രമാക്കിയാൽ മതി, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ആൻഡ് നമ്മുടെ കുട്ടി കസ്റ്റമറി ഡ്രസ്സ് ഇടുന്ന കുട്ടിയാണെങ്കിൽ, ഇപ്പോൾ മഫ്ത അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ റിലീജിയസ് ഓറിയന്റേഷൻ പ്രകാരം ആ സാധനങ്ങൾ ചെയ്യാം. അപ്പോൾ അത് നിർബന്ധമായിട്ട് ഇടേണ്ട ആൾക്കാരാണെങ്കിൽ നമ്മൾ പറയുന്ന ഒരു 1 മണിക്കൂർ മുന്നേ, 1.5 മണിക്കൂർ മുന്നേ എങ്കിലും എക്സാം ഹാളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അവർക്കത് സ്ക്രീൻ ചെയ്തിട്ട് കയറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ചെയ്യാനുള്ളത്. ഇനി അതല്ല, ഇപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ എക്സാം ഹാളിലേക്ക് പോകുന്ന സമയത്ത് മാത്രം അങ്ങനത്തെ കസ്റ്റമറി ഡ്രസ്സ് ഒന്നും വേണ്ട, സിമ്പിളായിട്ട് പോയിക്കോ എന്നുള്ളൊരു പെർമിഷൻ കുട്ടികൾക്ക് കൊടുത്താലും മതിയാവും. സോ അങ്ങനത്തെ കാര്യങ്ങൾ, അപ്പോൾ 2 കാര്യങ്ങൾ തലേ ദിവസത്തേക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിലൊന്ന് ഈ ഡ്രസ്സ് കോഡ്, എന്താണോ ഡ്രസ്സ് ഇടേണ്ടത് അത് നിങ്ങളായിട്ട് തന്നെ സെലക്ട് ചെയ്തിട്ട് ഇത് ഓക്കെ അല്ലേ എന്നുള്ള കാര്യം എൻഷുർ ചെയ്തിട്ട് വെക്കുക. പിന്നെ ഇത് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹാൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം. അത് തലേ ദിവസത്തേക്ക് നിങ്ങൾ ചെയ്തു വെക്കേണ്ട കാര്യങ്ങളാണ്. അതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എക്സാം ഹാളിൽ അന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ്. സോ എക്സാം ഹാളിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ എന്താ പറയുക, ട്രാവൽ അറേഞ്ച്മെൻറ്റ്സ്. നമുക്കറിയാം 1:30-ക്കാണ് ഏറ്റവും ലാസ്റ്റ് എക്സാം ഹാളിൻ്റെ ഗേറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു 12:30 ആകുമ്പോഴെങ്കിലും നമ്മൾ എക്സാം ഹാളിൽ എത്തണം. അപ്പോൾ ഹാൾ ടിക്കറ്റ് വരുമ്പോൾ നമ്മുടെ എക്സാം ഏത് സ്കൂളിലാണ്, മിക്കവാറും ഒരു സ്കൂളിലോ അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലായിരിക്കും ഉണ്ടാവുക. സോ അങ്ങോട്ടേക്ക് എത്താൻ നമ്മുടെ വീട്ടിൽ നിന്ന് എത്ര സമയം വേണം, അത് നമ്മൾ എങ്ങനെയാണ് പോവുക, അത് പ്ലാൻ ചെയ്യണം. നമ്മൾ ചിലപ്പോൾ വണ്ടി എടുത്തായിരിക്കും പോവുക,
ബസ്സിനായിരിക്കും പോവുക, ട്രെയിനിനായിരിക്കും പോവുക. സോ അതെന്താണോ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ആ സമയത്ത് നമ്മളവിടെ എത്തും എന്നുള്ള കാര്യം നമ്മൾ കറക്റ്റായിട്ട് നോക്കുക. പിന്നെ അന്ന് പോകുന്ന സമയത്ത് കഴിക്കാനുള്ള ഭക്ഷണം കാര്യങ്ങൾ അത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും വൃത്തിയാവുന്നത്. ലൈറ്റായിട്ട് അധികം എരിവോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത പെട്ടെന്ന് കഴിച്ച് പോകാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഫുഡ് സാധനങ്ങളൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുക. വണ്ടി ട്രാവൽ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്യുക, അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. എന്നിട്ട് ഈ രണ്ട് കാര്യങ്ങളിൽ ഇപ്പോൾ ഞാൻ ഒന്നാമതായിട്ട് പറഞ്ഞ തലേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ, ഡ്രസ്സ്, ഹാൾ ടിക്കറ്റ് കാര്യങ്ങൾ, ട്രാവൽ അറേഞ്ച്മെന്റ്, ഫുഡിന്റെ കാര്യങ്ങൾ, ഇത് കാര്യങ്ങളെല്ലാം കുട്ടിക്ക് കോൺഫിഡൻസ് കൊടുക്കണം. അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട, നീ നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം, ഞാൻ ഏറ്റു എന്നുള്ളൊരു കോൺഫിഡൻസ് കുട്ടിക്ക് കൊടുക്കില്ല. അപ്പോൾ രണ്ട് കാര്യങ്ങളിൽ എക്സാമിന്റെ തലേ ദിവസവും പിറ്റേ ദിവസമുള്ള കാര്യങ്ങളൊക്കെ കോൺഫിഡൻസ് കൊടുത്താൽ തന്നെ കുട്ടിക്ക് ആ സമയം പഠിക്കാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ രണ്ട് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കാം. ഇനി മൂന്നാമത്തെ കാര്യം കുട്ടിയുടെ പഠന കാര്യങ്ങളാണ്. പഠന കാര്യങ്ങളിൽ പേരൻസ് എങ്ങനെ ഇൻവോൾവ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കരമായിട്ട് നമ്മൾ പോയിട്ട് പഠിക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കിയെന്ന് കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു പ്രഷറാവും കുട്ടിക്ക്. സോ അങ്ങനെ നോക്കാനല്ല നമ്മൾ പറയാം. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് കുട്ടി ഇഷ്ടമുള്ള ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് തീരെ മൈൻഡ് ആക്കാതിരിക്കാനും പാടില്ല. സോ പേരൻസിനുള്ളത് വളരെ കഷ്ടപ്പെട്ട ഒരു ശ്രമകരമായ ഒരു ഡ്യൂട്ടിയാണ്. അതായത് കുട്ടീനെ ഓവർ ബർഡൻ ചെയ്യാനും പാടില്ല, നെഗ്ലക്ട് ചെയ്യാനും പാടില്ല. ഇതിനെ നടുവിൽ കറക്റ്റ്ലി ബാലൻസ് ചെയ്തിട്ട് നിൽക്കണം എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റിലത്തെ 7 days ആണ് അല്ലെങ്കിൽ ലാസ്റ്റിലത്തെ 5 days ആണ്. ആ ദിവസം കൊണ്ട് കുട്ടിക്ക് മിനിമം ഒരു 3 വട്ടം 4 വട്ടമെങ്കിലും എല്ലാ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്യാം. ഏതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് റിവിഷൻ എത്തിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോപ്പയിലാണെങ്കിൽ നമ്മുടെ മാരത്തൺ എക്സാംസ്, ഡെയിലി റെഗുലർ ആയിട്ടുള്ള എക്സാംസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ 96 ചാപ്റ്ററിൻ്റെ ഉള്ളിൽ കൂടിയും പോകാനുള്ള സ്പീഡുകൾ കുട്ടിക്ക് നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. സോ ആ സ്പീഡിലേക്ക് കുട്ടി റിവൈസ് ചെയ്യുന്നുണ്ടാവണം എന്നുള്ളതാണ്. ആൻഡ് ലാസ്റ്റിലത്തെ ദിവസങ്ങളിൽ ചെയ്യുന്ന ഈ റിവിഷൻസിന് ഭയങ്കര വാല്യൂ ഉണ്ട്. ഓരോ റിവിഷനും 10, 20, 30 മാർക്ക് വീതം അധികം കൂട്ടി എടുക്കാൻ പറ്റും. ഇപ്പോൾ 4, 5 റിവിഷൻ ചെയ്യുമ്പോൾ 100-ന് മുകളിൽ മാർക്ക് നമുക്ക് കൂട്ടാനുള്ള ഇമ്മൻസ് ആയിട്ടുള്ള വളരെ അടിപൊളിയായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണിത്. സോ ഡെഫിനറ്റ്ലി ഈ സാധനം കുട്ടി ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിക്കുക. ആൻഡ് കുട്ടിക്ക് നമ്മൾ എന്താ പറയുക, ഈ സാധനം നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കുക. മോനെ ലാസ്റ്റിലെ റിവിഷനാണ് അല്ലെങ്കിൽ മോളെ ലാസ്റ്റിലെ റിവിഷനാണ്, നല്ല കൂളായിട്ട് ചെയ്യണം, ഭയങ്കര ഒട്ടും പേടിക്കാതെ. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ പേരൻസ് ഇപ്പോഴേ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾ എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ട് നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു ഡയലോഗ് ഇത് കേട്ടോ. ഞാൻ എക്സാം കഴിയുമ്പോഴാണെങ്കിലും നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുട്ടികൾ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു ഡയലോഗ്, അമ്മേ അല്ലെങ്കിൽ അച്ഛ എക്സാം ഭയങ്കര എളുപ്പമായിരുന്നു, എനിക്ക് അറിയുന്നത് മാത്രമേ ചോദിച്ചോളൂ, പക്ഷേ കൺഫ്യൂഷനായി പോയി, കുറേ ഉത്തരം തെറ്റിപ്പോയി, കുറേ നെഗറ്റീവ് അടിച്ചു പോയി എന്നുള്ളതാണ് കുട്ടികൾ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം. അങ്ങനെ വരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളിൽ വല്ലാതെ ഫോക്കസ് ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് കുട്ടികളോട് നിർബന്ധമായിട്ട് നിങ്ങൾ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറിയുന്ന കാര്യങ്ങൾ നല്ല അടിപൊളിയായിട്ട് പഠിക്കണം ഇൻ ദ സെൻസ് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. സപ്പോസ് നമുക്ക് തീരെ അറിയില്ലാത്ത ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ അത് വിട്ടേക്ക്, കുഴപ്പമില്ല എന്നുള്ള കാര്യമാണ്, വലിയ പ്രശ്നമാക്കണ്ട. അറിയില്ലാത്ത കാര്യം വിട്ടേക്കുക, അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. പക്ഷെ അറിയുന്ന കാര്യങ്ങൾ നല്ല രൂപത്തിൽ റിവൈസ് ചെയ്ത്, ഫോർ എക്സാമ്പിൾ ബയോളജി, ചില കെമിസ്ട്രീൻ്റെ പോർഷൻ, എല്ലാ കുട്ടികൾക്കും സ്ട്രോങ്ങർ ആയിട്ടുള്ളത് 2 ടോപ്പിക്കുകളാണ്. അപ്പോൾ ഈ ബയോളജി കെമിസ്ട്രി നല്ല രൂപത്തിൽ റിവൈസ് ചെയ്ത് ലാസ്റ്റിലത്തെ ദിവസങ്ങളിൽ ഭയങ്കര സ്ട്രോങ് ആക്കി നമ്മൾ കൊണ്ടുവയ്ക്കണം. തലേന്ന് ഒക്കെ നല്ല വൃത്തിക്ക് കണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ സാധനം കറക്റ്റ് സമയത്ത് ഓർമ്മയുണ്ടാവുള്ളൂ. സോ മൂന്നാമത്തെ കാര്യം ഇതാണ്, കുട്ടിയുടെ അക്കാഡമിക്സിൽ നിങ്ങൾ ഇൻവോൾവ് ചെയ്യണം. കുട്ടീനോട് പറയണം അറിയുന്ന കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, നല്ല രൂപത്തിൽ റിവൈസ് ചെയ്യണം, കൂളായിട്ട് ചെയ്താൽ മതി. നിനക്ക് അറിയുന്നത് മാത്രം സോൾവ് ചെയ്ത് പോയാൽ, കൺഫ്യൂഷൻസ് ഒഴിവാക്കി പോയാൽ മതി എന്നുള്ളത്. അതാണ് നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് വേണ്ട കോൺഫിഡൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരുപാട് കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മർദ്ദങ്ങളിൽ ഏറ്റവും വലുത് പേരൻസ് എന്നുള്ളത് തന്നെയാണ്. എൻ്റെ അച്ഛനോടും അമ്മയോടും എന്ത് പറയും, അവരൊരുപാട് പണം ചിലവാക്കിയിട്ടാണ് അല്ലെങ്കിൽ അവരെനിക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന അക്കാഡമിക്സ് ഒരു വർഷം ഞാൻ പഠിക്കുകയും കാര്യങ്ങൾ ചെയ്തതൊക്കെ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അവരോട് എന്ത് പറയും, അല്ലെങ്കിൽ ബാക്കി റിലേറ്റീവ്സിനോട് എന്ത് പറയും, അങ്ങനത്തെ രൂപത്തിലുള്ള കാര്യങ്ങളാണ് കുട്ടികൾക്ക് കൂടുതലും പ്രഷറായിട്ട് വരുന്ന ഒരു കാര്യം. സോ അത് പ്രശ്നമില്ല, അതൊരു വലിയൊരു ഇഷ്യൂ ആവണ്ട എന്നുള്ള രൂപത്തിലുള്ള നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഭയങ്കര പോസിറ്റീവ്. നിങ്ങൾക്ക് നമ്മളെക്കാളേറെ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്കാണ് അറിയുന്നത്. സോ ആ കുട്ടിക്ക് കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണോ വേണ്ടത് ആ സാധനം ഇങ്ങനെ കൃത്യമായിട്ട് കോൺഫിഡൻസ് കൊടുക്കുക, കുട്ടീനെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാൻ പറ്റും, ഇപ്പോൾ ഞാൻ പറയാം, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാനുള്ള കാര്യമാണ്, അവസാനത്തെ ദിവസങ്ങളിൽ നമ്മുടെ നഖത്തിൻ്റെ ഇടയിൽ, ഞാൻ പറയാണ്, നമ്മുടെ നഖത്തിൻ്റെ ഇടയിൽ ഒരു തുള്ളി എനർജി ബാക്കിയുണ്ടെങ്കിൽ ആ എനർജി കൂടി ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരിക്കലും തളർന്നു പോകാൻ പറ്റാത്ത, തല
കുനിക്കാനുള്ള പറ്റാത്ത സമയമാണ്. നമ്മൾ ഇതുവരെ പല സമയത്ത് തല കുനിച്ചിട്ടുണ്ടാവും, പല സമയത്ത് വിഷമത്തിലായി പോയിട്ടുണ്ടാവും, പല സമയത്ത് തളർന്നിരുന്നിട്ടുണ്ടാവും. പക്ഷേ ഈ അവസാനത്തെ ദിവസങ്ങളിൽ നമ്മൾ തളരല്ല ചെയ്യേണ്ടത്. ഉള്ള ഒരു എനർജിയുടെ ഒരു തുള്ളി നമുക്ക് കിട്ടുമെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് കുതിച്ച് ചാടേണ്ട സമയമാണ്. സോ മാക്സിമം എനർജി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടീനെ ഇങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നിർത്തുക എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ദ 4ാമത്തെ കാര്യം, നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് നിർത്താം. ആൻഡ് ലാസ്റ്റിലത്തെ കാര്യമുണ്ട്, അഞ്ചാമത്തെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാനുള്ള കാര്യം. അത് എന്താ പറയുക, കുട്ടീൻ്റെ റെഗുലർ ആയിട്ടുള്ള ഹെൽത്ത്, ബാക്കി കാര്യങ്ങൾ, ബാക്കി സംഗതികൾ അതൊക്കെ കൃത്യമായിട്ട് തന്നെ വേണം. കുട്ടിയുടെ ഉറക്കം, ഭക്ഷണം, കാര്യങ്ങൾ, വെള്ളം കുടിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് റെഗുലറായിട്ട് ഒന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. കാരണം സപ്പോസ് ഇപ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ ഇതിലൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് എക്സാമിന് പെർഫോമൻസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. സോ കറക്റ്റ് സമയത്ത് ഉറങ്ങാനും കറക്റ്റ് സമയത്ത് എണീക്കാനും ഒക്കെ കാര്യങ്ങൾ നോക്കുക. ഇതിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ രാത്രി 1 മണി വരെ 2 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കും. അത് അവരുടെ റുട്ടീൻ ശീലമാണ്. നമ്മളിപ്പോൾ ലാസ്റ്റത്തെ ദിവസമൊക്കെ വീട്ടിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് കുട്ടി കുറച്ച് നേരമൊക്കെ ഉറങ്ങിപ്പോവാണെങ്കിൽ, കുറച്ച് നേരം ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് വിചാരിക്കാം പാവം കുട്ടി ക്ഷീണം കൊണ്ട് ഉറങ്ങല്ലേ എന്ന്. പക്ഷേ കുറച്ചധികം നേരം ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പാവം കുട്ടി ക്ഷീണം കൊണ്ട് ഉറങ്ങല്ലേ എന്ന് വിചാരിക്കരുത്. ആ കുട്ടീനെ ജസ്റ്റ് ഒന്ന് പോയി വിളിക്കാനും കാര്യങ്ങൾ നോക്കാനും ഒക്കെ നോക്കുക. അപ്പോൾ സാധാരണ ഈ ഉറക്കത്തിൻ്റെ കാര്യം നോക്കണം എന്ന് പറയുമ്പോൾ നല്ലോണം ഉറങ്ങിക്കോട്ടെ എന്നുള്ള രൂപത്തിലായിരിക്കും നിൽക്കുക. സോ അങ്ങനെയല്ല, നമ്മളൊരു ലാസ്റ്റ് ഡേയിൽ മാത്രം ഒരു 7 hours ഒക്കെ ഉറങ്ങിയാൽ കുഴപ്പമില്ല. അതിന് മുന്നേക്ക് ഒരു 5.5 hours ഒക്കെ ഉറങ്ങിയാൽ മതി, കുഴപ്പമില്ല. നല്ല രൂപത്തിൽ വെള്ളം കുടിക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ കോവിഡ് ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, H1N1 ഉണ്ട്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ തന്നെ നമുക്കറിയാൻ പറ്റും കോവിഡ്, H1N1, ഇപ്പോൾ H2N3 എന്ന് പറഞ്ഞാൽ പുതിയൊരു പനി, അങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ എല്ലാം റെസ്പിറേറ്ററി ആണ്, ശ്വാസത്തിലൂടെ പകരുന്ന സാധനങ്ങളാണ്, ഇൻഫെക്ഷൻസ് എല്ലാം ഉണ്ടാവുക. സോ അതുകൊണ്ട് നമ്മളിങ്ങനെ എന്താ പറയുക, മാസ്ക്, സാനിറ്റൈസർ മുതലായ കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യാനും ബാക്കി കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് കുട്ടികളെ നോക്കുക എന്നുള്ളതാണ്. സോ ഇത്തരം കാര്യങ്ങളിലെല്ലാം പേരൻസ് കുറച്ച് വിജിലൻ്റ് ആയിട്ട് നോക്കുക. ആൻഡ് ഡെഫിനറ്റ്ലി കുട്ടികൾ എല്ലാ ദിവസവും ഓരോ നീട്ട് മോക്ക് എക്സാം എഴുതുന്നുണ്ട്, അതിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്, മാർക്ക് നോക്കേണ്ട റിസൾട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് എൻഷുർ ചെയ്ത് പോവുക. ഇത്തരം കാര്യങ്ങളൊക്കെ പേരൻസ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ആൻഡ് നല്ല നിലയിൽ ഐഡിയ ഉള്ള നീറ്റിനെ പറ്റിയിട്ട്, നീറ്റ് എക്സാമിനെ പറ്റിയിട്ട്, ഇത് എങ്ങനെ എഴുതണതിനെ പറ്റിയിട്ട് നല്ല ഐഡിയയും നല്ല ഒരു ഫോർമേഷനുള്ള എല്ലാ പേരൻസിൻ്റെ കുട്ടികൾക്കും ഉറപ്പായിട്ട് നീറ്റ് കിട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുക. അതുകൊണ്ട് കുട്ടിയുടെ മാത്രം എഫേർട്ട് അല്ല, പേരൻസിൻ്റെ കയ്യിലും കൂടി ഒരു എഫേർട്ട് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ലാസ്റ്റ് 7 days കുട്ടിയുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുക. ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ എല്ലാവരുടെയും കുട്ടികൾ അടിപൊളിയായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആൻഡ് ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ആൻഡ് എന്ത് സഹായത്തിന് നമ്മളുണ്ടാവും. നമ്മൾ ഈ പറഞ്ഞ പോലെ ഡ്രസ് കോഡിൻ്റെ കാര്യം, ഹാൾ ടിക്കറ്റിൻ്റെ കാര്യം, എക്സാം ഹാളിൽ പോകുന്ന കാര്യത്തിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാൻ, നമ്മൾ ഹെൽപ്പ് ചെയ്യാം. നമ്പർ നമ്മൾ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലായിട്ട് കൊടുക്കുന്നുണ്ട്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. കാരണം നമുക്ക് നീറ്റായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ തരുന്നുണ്ടാവും. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ബൈ.